അതെ, ഇന്നത്തെ നമ്മുടെ യാത്ര കാനായിലെ വെഡ്ഡിംഗ് ചർച്ചിലേക്കാണ്. വടക്കൻ ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്ന ലോവർ ഗലീലിയിലെ കഫർ കാന എന്ന പട്ടണത്തിന്റെ മധ്യഭാഗത്താണ് കാന വെഡ്ഡിംഗ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ കഥയെ അടിസ്ഥാനമാക്കിയാണ് യേശു തന്റെ ആദ്യത്തെ അത്ഭുതം നടത്തിയത് ഇവിടെയാണെന്ന് കണക്കാക്കപ്പെടുന്നത്. കത്തോലിക്ക സഭയിലെ ഫ്രാൻസിസ്കൻ സഭാ അംഗങ്ങൾക്കാണ് കസ്റ്റഡി ഓഫ് ദ ഹോളി ലാൻഡിന്റെ ഉടമസ്ഥതാവകാശം പോപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ ദേവാലയം ഏകദേശം 1881 നിർമ്മിക്കപ്പെട്ടതാണ്. 20-ാം നൂറ്റാണ്ടിലെ പുരാവസ്തു ഗവേഷണങ്ങൾ അനുസരിച്ച് നിലവിലുള്ള ദേവാലയത്തിന് മുമ്പ്, അതായത് 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ ഈ സ്ഥലത്ത് ഒരു ജൂത സിനഗോഗും 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള ശവകുടീരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. കാനായിലെ വിവാഹവിരുന്ന്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കാനായിലെ ഒരു വിവാഹവിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുവും അവന്റെ അമ്മയും ശിഷ്യന്മാരും ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നു. അതിനുശേഷം വീഞ്ഞു തീർന്നു പോവുകയും യേശുവിന്റെ അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം വെള്ളം വീഞ്ഞാക്കി മാറ്റുകയും യേശു തന്റെ ദൈവത്വത്തിന്റെ അടയാളം നൽകുകയും ചെയ്യുന്നു. കാനയുടെ സ്ഥാനം ബൈബിൾ പണ്ഡിതന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കുമിടയിൽ വളരെ വലിയൊരു ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. സിനോപ്റ്റിക് സുവിശേഷങ്ങളിലൊന്നും കാനായിലെ വിവാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി യേശുവിന്റെ ആദ്യത്തെ പരസ്യ അത്ഭുതമാണ് ഇതെന്ന് വാദിക്കുന്നു. റോമൻ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന്റെ വികാസത്തിൽ ഈ കഥയ്ക്ക് ഗണ്യമായ ഒരു പ്രാധാന്യമുണ്ട്. വിവാഹിതരായിരിക്കുന്നത് മേരിയുടെ ബന്ധുക്കളിൽ ഒരാളായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ കരുതി. അന്നത്തെയും ഇന്നത്തെയും കാലഘട്ടങ്ങളിൽ യഹൂദ ഭവനങ്ങളിലെ മുഖ്യ വിഭവമാണ് വീഞ്ഞ്. വീഞ്ഞ് തീർന്നു പോയാൽ മറിയവും അവളുടെ ബന്ധുക്കളും ആതിഥ്യ മര്യാദയില്ലാത്തവരായി ലജ്ജിക്കപ്പെടേണ്ടി വരുമെന്നതിനാലാണ് യേശുവിനോട് വീഞ്ഞു തീർന്നു പോയെന്ന് മറിയം പറയുന്നത്. പഴയ നിയമത്തിൽ വീഞ്ഞ് അനുഗ്രഹത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്നു. താൻ മിശിഹായാണെന്ന് തെളിയിക്കുകയും തന്നെ സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത പഴയ നിയമ പ്രവചനങ്ങൾ നിറവേറ്റുന്നതിനായി ക്രിസ്തു വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ബൈസന്റൈൻ കാലഘട്ടത്തിലെയും കുരിശ് യുദ്ധ കാലഘട്ടത്തിലെയും ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. നമ്മൾ ഈ കാണുന്ന കൽഭരണിയിലാണ് വെള്ളം വീഞ്ഞാക്കിയതെന്ന് എവിടെയും പരാമർശിക്കുന്നില്ല. മറിച്ച് 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുപോലെയുള്ള കൽഭരണികളിലാണ് വീഞ്ഞ് സൂക്ഷിച്ചിരുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ കണ്ടെത്തിയ ജാറുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ കൽഭരണി. നല്ല മധുരമുള്ള വൈൻ. ഞാൻ ഈ കുടിക്കുന്ന വൈനുണ്ടല്ലോ, കാനായിലെ വീഞ്ഞാണേ. ഗ്രാമത്തിന്റെ തൊട്ടടുത്തു കൂടിയാണ് നമ്മൾ പോകുന്നത്. മഗ്ദലിന മറിയത്തിന്റെ ഭവനമുണ്ടായിരുന്ന സ്ഥലവും ഈശോ മഗ്ദലിന മറിയത്തിന്റെ ശരീരത്തിൽ നിന്ന് പിശാചുക്കളെ ഒഴിപ്പിച്ചു എന്ന് പറയുന്ന സിനഗോഗും ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ
അപ്പൊ ദാവീദിന്റെ കിന്നരത്തിനോടുള്ള സാമ്യം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഗലീല കടലിനെ സ്കൈയിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് കിന്നേരത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 210 മീറ്റർ താഴെയാണ് ഈ ഗലീലി തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിലെ രണ്ട് തടാകങ്ങളാണ് സീ ലെവലിന് താഴെയുള്ളത്. രണ്ടാമത്തേത് ഏതാണെന്നറിയാമോ? ചാവുകടൽ. ഇനി നമ്മൾ പോകുന്നത് ഈശോ 5 അപ്പവും മീനും വർദ്ധിപ്പിച്ച സ്ഥലത്തേക്കാണ്. ഗലീലി കടലിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള തബ്ഗ പ്രദേശത്താണ് മൾട്ടിപ്ലിക്കേഷൻ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. യേശു അപ്പവും മീനും വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ച സ്ഥലമാണിത്. പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് 3-ാം തവണ പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ വെച്ചാണ്. യേശു അപ്പം വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ട് മറ്റൊരു അത്ഭുതം കൂടി ചെയ്തു. 7 സ്പ്രിങ്സ് എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് തബ്ഗ എന്ന പേര് വന്നത്. പക്ഷേ തബ്ഗയെ ആദ്യം ഹെപ്റ്റാപെഗോൺ എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്ക് നാമമായ ഹെപ്റ്റാപെഗോൺ 7 നീരുറവകൾ എന്നർത്ഥം. ഇതിൽ നിന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഉരുത്തിരിഞ്ഞത്. പിന്നീട് ഈ പേര് ടാപഗോ എന്ന് ചുരുക്കി. ഒടുവിൽ അറബിയിൽ ടാബ്ഗ എന്ന് മാറ്റി. കാരണം ക്ലാസിക്കൽ അറബിയിൽ പി, ജി, ഒ എന്നീ ശബ്ദങ്ങളില്ല. കൂടാതെ ഈ ശബ്ദങ്ങൾക്ക് പകരം ബി, ഗ, ആ അല്ലെങ്കിൽ യു എന്നിവ ഉപയോഗിക്കുന്നു. സെന്റ് ജെറോം ഹെപ്റ്റാപെഗോണിനെ മരുഭൂമി, ഏകാന്തമായ സ്ഥലം എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ചർച്ച് 4-ാം നൂറ്റാണ്ടിലെ പള്ളിയുടെ അവശിഷ്ടങ്ങളിൽ നിർമ്മിച്ച ഒരു ആധുനിക ഘടനയാണ്. 685-ൽ യഥാർത്ഥ പള്ളിയുടെ നാശത്തിന് ശേഷം അതിജീവിച്ച ബൈസന്റൈൻ ഫ്ലോർ മൊസൈക്കാണ് പള്ളിയുടെ പ്രത്യേകത. അൾത്താരയ്ക്ക് സമീപമുള്ള മൊസൈക്കിൽ അപ്പം നിറച്ച ഒരു കുട്ടയും ഇരുവശത്തും 2 മത്സ്യങ്ങളെയും കാണിക്കുന്നു. സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്തിന് നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ ഫ്രോം ഹൈലിഗൻ ലെൻഡ്. ഇത് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻകാർ കൊടുത്ത പൈസ കൊണ്ടാണ് ഇത് കത്തിപ്പോയത്. പള്ളി അവർ കൊടുത്ത പൈസ കൊണ്ടാണ് ജർമ്മൻ ഡോയ്ഷ് എന്ന് പറയുന്ന ജർമ്മനാണ്. ജർമ്മൻകാർ കൊടുത്ത പൈസ കൊണ്ടാണ് ഇത് റെയിൽവേ. നമ്മളിപ്പോ പോകാൻ പോകുന്നത് നമ്മളിവിടെയാണ് നിൽക്കുന്നത്. നമ്മളിനി ഇവിടെ ബിയാറ്റിറ്റ്യൂഡ്സ് കാണാൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇനി കഫർനഹൂമിൽ പോകാനുണ്ട്. ഇതാണ് ഈ ബൈസന്റൈൻ പീരീഡിലുള്ള മൊസൈക്ക് കിടക്കുന്നത്. അത് പ്രിസർവ് ചെയ്ത് ഇപ്പോൾ പള്ളി കത്തിപ്പോയായിരുന്നല്ലോ. പക്ഷെ ഈ ഒരു ഏരിയ അവർ മാർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അത് 1st സെഞ്ച്വറി ഏരിയാസ് ഉണ്ട്, 4th സെഞ്ച്വറി ഉണ്ട്. സെയിന്റ് പീറ്ററിന്റെ പ്രൈമസി ചർച്ച്. ഗലീലി കടലിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്തുള്ള ശാന്തമായ തബ്ഗ യേശു ക്രിസ്തു അത്ഭുതകരമായ അപ്പവും മീനും വർദ്ധിപ്പിച്ച് നൽകിയതിന് പേരുകേട്ടതാണ്. എന്നാൽ യേശു തന്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് 3-ാം തവണ പ്രത്യക്ഷപ്പെട്ടതും ഇവിടെ വച്ചാണെന്ന് ഓർമ്മിക്കപ്പെടുന്നു. അന്ന് വിശുദ്ധ പത്രോസിനെ തന്റെ സഭയുടെ നേതാവായി നിയമിക്കുകയും ചെയ്തു. ഈ 2 സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പള്ളിയാണ് ഇവിടെയുള്ളത്. ധ്യാനം, പ്രാർത്ഥന, പഠനം എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു ശാന്തമായ പ്രദേശമാണ് ഇത്. കഫർനാമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ബിയാറ്റിറ്റ്യൂഡ്സ് പർവ്വതത്തിന്റെ ചുവട്ടിലാണ് തബ്ഗ സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പത്രോസും മറ്റ് 6 ശിഷ്യന്മാരും രാത്രി മുഴുവൻ മീൻ പിടിക്കുകയായിരുന്നു. അവർക്കൊന്നും കിട്ടിയില്ല. നേരം പുലർന്നപ്പോൾ യേശു കടൽ തീരത്ത് നിൽക്കുന്നത് കണ്ടു. പക്ഷേ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. യേശു ശിഷ്യന്മാരോട് വള്ളത്തിന്റെ വലതുവശത്ത് വല വീശുവാൻ പറഞ്ഞു. വലയിൽ നിറയെ മത്സ്യങ്ങൾ നിറഞ്ഞു. വല കരയ്ക്ക് വലിച്ചു കയറ്റിയപ്പോൾ യേശു തീയിൽ പ്രഭാത ഭക്ഷണം പാകം ചെയ്യുന്നതായി അവർ കണ്ടു. പള്ളിയുടെ തറയിൽ സ്ഥാപിച്ചിരിക്കുന്ന പാറ യേശു പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയ സ്ഥലമാണെന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്. മധ്യകാല തീർത്ഥാടകർക്ക് ഇത് മെൻസ ക്രിസ്തു, ക്രിസ്തുവിന്റെ മേശ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് പത്രോസിന് ഈശോ ദൗത്യങ്ങൾ കൈമാറി. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എന്റെ ആടുകളെ മേയ്ക്കുക. പത്രോസ് രക്തസാക്ഷിയാകുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം അപ്പസ്തലന്മാരുടെ തലവൻ എന്ന നിലയിൽ പത്രോസിന് പ്രഥമ സ്ഥാനം നൽകുകയും ചെയ്തു.
പള്ളിയുടെ അരികിൽ ഒരു പൂന്തോട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ യേശുവിന്റെ പ്രതീകാത്മകമായ ഒരു വെങ്കല പ്രതിമ കാണാം. പത്രോസിനെ തന്റെ ഇടയന്റെ വടി നൽകി നിയോഗിക്കുന്നതും കാണാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉള്ളു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്കുക. അവൻ ഗലീലി കടല് തടാകമാണ് കേട്ടോ, അത് കടലല്ല സത്യത്തില്. തടാകത്തിൽ നമ്മൾ കാല് മുക്കാൻ പോവാം. പോവാണേ. ഗലീലി തടാകമല്ലേ? ഈ കാണുന്നത് സിറിയയുടെ ബോർഡർ ആണ് കേട്ടോ, സിറിയ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഗലീലി തടാകത്തിനോട് വിട പറഞ്ഞ് വീട്ടിൽ പോവാണ്. നമ്മൾ ഇനി പോകുന്നത് കഫർനാമിലേക്കാണ് കേട്ടോ, ദ ടൗൺ ഓഫ് ജീസസ്. ഗലീലി കടലിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി കഫർനാമിലെ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.